മാധ്യമങ്ങളോട് സംസാരിക്കണമെന്നുള്ള രാഹുലിന്റെ ആവശ്യത്തെ പോലീസ് തടയുന്നു. സംഘർഷാവസ്ഥ പോലീസുമായി വലിയ തോതിലുള്ള ഉന്തും തള്ളുമാണ്. പ്രവർത്തകർ രാഹുൽ പ്രതികരിക്കണമെന്ന ആവശ്യത്തെ അംഗീകരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ മീഡിയ കണ്ടിട്ടേ പോകത്തുള്ളൂ. ഷാഫി രാവിലെ തുടങ്ങിയതാ. ഷാഫി രാവിലെ ശക്തി പിടിച്ച ഞാൻ കണ്ടതാ. ഞാൻ കൊലക്കേസിലെ പ്രതിയാണ്. നീ വണ്ടി പരിഹാരമുള്ള കേസിലെ പ്രതി എന്നാ പിടിച്ചങ്ങേറ്റ് രാവിലെ തൊട്ട് തുടങ്ങിയാണല്ലോ. ഞാൻ പൊളിറ്റിക്കൽ കേസിലാ സമരം ചെയ്തതാ. നീ രാവിലെ തൊട്ട് ശശി വല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയി തീർക്കണം. നീ രാവിലെ തൊട്ട് തുടങ്ങിയതാ. ഷാഫി രാവിലെ തൊട്ട് തുടങ്ങിയതാ. സി ഐ രാവിലെ സത്യപ്പെടുത്താൻ ഞാൻ കേട്ടതാ. രാവിലെ സി ഐ രാവിലെ മുതൽ ബോധപൂർവമായി പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. രാവിലെ സത്യമേ പിടിക്കുക. ഞാൻ എന്താ കൊലക്കേസിലെ പ്രതിയാണോ? ഞാൻ സമരം ചെയ്തിട്ട് വന്ന ആളല്ലേ? കൊലക്കേസ് ഷാഫി എന്റെ ദേഹത്ത് മറന്നിട്ടില്ല. രാവിലെ തൊട്ട് സി ഐ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പോലെ പെരുമാറുന്നേ. രാവിലെ തൊട്ട് അനാവശ്യമായി പ്രകോപനം ഉണ്ടാക്കുക. ഞാൻ ഇതിനോടല്ലേ സഹകരിച്ചാണ്. ശശി വല്ലതും പറഞ്ഞിട്ടാണോ? വാഹനത്തിൽ നിന്നുള്ള രാഹുലിന്റെ പ്രതികരണമാണ് കേട്ടത്. പോലീസ് വാഹനം പ്രവർത്തകർ തടഞ്ഞിരിക്കുന്നു. പോലീസ് വാഹനം തടഞ്ഞിട്ട് രാഹുലിന് പറയാനുള്ളത് പറഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ളതാണ് പോലീസുമായുള്ള തർക്കത്തിന് കാരണം. പ്രതികരിക്കാനുള്ള ഒരു അവസരം പോലീസ് ഒരുക്കിയിരുന്നില്ല. മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നും രാഹുലിനെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രവർത്തകരുമായി ഉന്തുന്നള്ളും. പോലീസ് വാഹനത്തിന് മുന്നിലാണ് ഈ പ്രവർത്തകരുള്ളത്. ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പോലീസുമായി സംഘർഷം അന്ന് വലിയ പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പ്രവർത്തകരെ മുന്നിൽ നിന്നും വാഹനത്തിന് മുന്നിൽ നിന്നും മാറ്റാനാകുന്നില്ല. വഞ്ചിയൂർ കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്ന പ്രവർത്തകരിൽ വളരെ കുറച്ച് പേർ മാത്രമാണ് ഇവിടേക്ക് എത്തിയിരുന്നത്. അതിൽ വളരെ ചെറിയൊരു സംഘം മാത്രമാണ് എത്തിയിരുന്നത്. പക്ഷേ ആ സംഘമാണ് ഈ വാഹനം വീണ്ടും മുദ്രാവാക്യം വിളികളുമായി വാഹനം ചീറിപ്പാഞ്ഞ് പോലീസ് വാഹനം രാഹുലുമായുള്ള പോലീസ് വാഹനം ചീറിപ്പാഞ്ഞ് ജനറൽ ആശുപത്രിയുടെ മുന്നിൽ നിന്നും പോകുന്നു. മറ്റു ചില വാഹനം കടന്നു പോകുന്ന ഓരോ ഇടങ്ങളിലും വാഹനത്തിന് നേരെ പ്രതിഷേധക്കാരുടെ ആക്രമണം ഉണ്ടാവുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടാവുകയാണ്. വാഹനത്തിന് പിന്നാലെ രാഹുലുമായി പോയ പോലീസ് വാഹനത്തിന് പിന്നാലെ ഓടിയ പ്രവർത്തകരെയാണ് നമ്മൾ കണ്ടത്. വലിയ തോതിലുള്ള സംഘർഷം ജനറൽ ആശുപത്രിയിലും ഉണ്ടാകുന്നു. നേരത്തെ നമ്മൾ കണ്ടതാണ് കോടതിക്ക് മുന്നിലെ പ്രതിഷേധം. അതിന് സമാനമായി തന്നെ ഈ വിഷയം അതിൻ്റെ തീവ്രത കുറയാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. രാഹുലിൻ്റെ റിമാൻഡ് എന്നൊരു തീരുമാനം വന്നിട്ട് പോലും ഈ പ്രശ്നത്തിൻ്റെ സംഘർഷാവസ്ഥ അയയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഇവിടെ ജനറൽ ആശുപത്രിയിൽ പ്രവർത്തകർ തുടരുന്നുണ്ട്. രാഹുലിൻ്റെ മാധ്യമങ്ങളോട് പ്രതികരിക്കണം എന്നൊരാവശ്യം അകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ രാഹുൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. മാധ്യമങ്ങളോട് പ്രതികരിച്ച ശേഷമേ ഇവിടെ നിന്നും മടങ്ങൂ എന്നുള്ളതായിരുന്നു രാഹുലിൻ്റെ നിലപാട്. പക്ഷേ പോലീസ് അതിന് തയ്യാറായില്ല. ആ വാഹനത്തിൽ ഉള്ള പോലീസുകാരോടൊക്കെ പേരെടുത്ത് കയർക്കുന്നത് കണ്ടു. കണ്ടോൺമെൻറ്റ് SHO ആണ് ഷാഫി. ആ പേരൊക്കെ എടുത്ത് വലിയ തോതിലുള്ള വിമർശനം, വലിയ തോതിലുള്ള പ്രതിഷേധം രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. രാവിലെ മുതൽ തന്നോട് മാന്യമായല്ല ഈ പോലീസുകാരുടെ ഭാഗത്തു നിന്നുമുള്ള പെരുമാറ്റം ഉണ്ടാകുന്നത് എന്നുള്ളതായിരുന്നു രാഹുലിൻ്റെ വിമർശനം. മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ താൻ വാഹനത്തിൽ കയറില്ല എന്ന നിലപാട് രാഹുൽ മാങ്കൂട്ടം എടുത്തതോടുകൂടി വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയി. മുന്നിലുള്ള പ്രവർത്തകരെ നീക്കാൻ പോലീസിനും കഴിഞ്ഞില്ല. അങ്ങനെ